നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഹൈന്ദവരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ രീതിയിൽ നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും നമ്മൾ ലോകത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള സംസ്കാരമാണെന്നൊക്കെ നമ്മൾ അഭിമാനം കൊള്ളുമ്പോഴും നമ്മുടെയൊക്കെ വീടുകളിലും കുടുംബങ്ങളിലുമൊക്കെ ഏത് രീതിയിലാണ് നമ്മളതിനെ ഉപയോഗിക്കപ്പെടുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെയൊക്കെ വീട്ടിൽ കൃത്യമായിട്ടുള്ള അനുഷ്ഠാന പദ്ധതികളും ആചാര പദ്ധതികളൊക്കെ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്കും അതുപോലെ ഭാവി തലമുറയ്ക്കും ഇതൊക്കെ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. നാം ഇന്ന് ജീവിക്കുന്ന കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമുക്ക് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് മേഖലകളിലും ഏത് രീതിയിലും നമ്മൾ നമ്മുടെ പ്രാഗൽഭ്യം തെളിയിക്കാനും അതുപോലെ ഇവിടെയുള്ള ചതിക്കുഴികളിൽ വീഴാതെയും അതുപോലെ നമ്മുടെ കൃത്യമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് നടപ്പിലാക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഇന്ന് ഉണ്ടാവണമെങ്കിൽ ഓരോ അംഗങ്ങളും നമ്മുടെ ഓരോ കുടുംബത്തിലെയും ഓരോ വീട്ടിലെയും ഓരോ അംഗങ്ങളും ശക്തരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് കണ്ടുവരുന്നത് നമുക്കറിയാമല്ലോ, ഓരോ വീടുകളിലും കലഹ കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും അതുപോലെ വിവാഹം കഴിച്ച ഡൈവേഴ്സ് ഇത്തരം കാര്യങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലായാലും ജോലിയിലായാലും എല്ലാ മേഖലകളിലും നമുക്ക് വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് എന്താണ് വേണ്ടത്? നമ്മളൊക്കെ ആവശ്യത്തിലധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഇത്തരം കാലഘട്ടത്തിൽ നമ്മൾ ശാരീരികവും മാനസികവുമായിട്ട് നമ്മളിതിന് തയ്യാറാണോ എന്നുള്ളതും നമുക്ക് നമ്മുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആ മോട്ടിവേഷൻ, സ്വയമേവയുള്ള മോട്ടിവേഷൻ നമുക്കൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നമ്മളൊക്കെ ഇന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകളിലേക്കും അതുപോലെ ട്രെയിനിങ് ക്ലാസ്സുകളിലേക്കും കൗൺസിലിംഗ് സെൻറ്ററുകളിലേക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകൾ മുഴുവൻ. അനുസരണയില്ലാത്ത മക്കളും അതുപോലെ പരസ്പര ധാരണയില്ലാത്ത മാതാപിതാക്കളും അതുപോലെ ചേട്ടനനിയന്മാരും നമ്മളെ കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളും ഒക്കെ ഒരു ജീവിതത്തിന് ലക്ഷ്യമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്ര കാലം എങ്ങോട്ട് എന്നുള്ളതാണ്. ഇതിനൊക്കെ നമുക്ക് മുമ്പേ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ ആചാര്യന്മാരും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള അനുഷ്ഠാന പദ്ധതികളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്താൽ മാത്രമേ ഓരോ അംഗങ്ങളും കൃത്യമായിട്ട് നിത്യേന റീഫ്രഷ് ചെയ്യുകയുള്ളൂ. അത്തരം റീഫ്രഷ്മെൻറ്റ് അനുഷ്ഠാന പദ്ധതികളും ആയിട്ടുള്ള അനവധി കാര്യങ്ങൾ നമ്മുടെ ഈ സംസ്കാരത്തിലുണ്ട്, നമ്മളെ ഈ ധർമ്മത്തിലുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥ വളരെയധികം അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ശിഥിലമായിട്ടുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നിലവിലുള്ള ഇപ്പോഴുള്ള രക്ഷിതാക്കൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഇത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയായിരിക്കും. നമ്മുടെ മക്കളൊക്കെ ഏത് വഴിക്കാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എവിടെ എത്തിച്ചേരുമെന്നുള്ളത് ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾക്ക് യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ അത്ര പൊന്നുപോലെ നമ്മൾ വളർത്തുകയും പരിരക്ഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഈ മാതാപിതാക്കളോട് യാതൊരു ഉത്തരവാദിത്വവും റെസ്പെക്റ്റും ഇല്ലാതെ, ഒരു ബഹുമാനവുമില്ലാതെ അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നൊരു അവസ്ഥയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ വീടിൻ്റെയും കെട്ടുറപ്പും ശക്തിയും ഐക്യവും എല്ലാം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇതര സമൂഹത്തെ കണ്ട് അവരെ കുറ്റം പറഞ്ഞത് കൊണ്ടോ അവരിൽ അസൂയപ്പെട്ടത് കൊണ്ടോ കാര്യമില്ല. അവരൊക്കെ കൃത്യമായിട്ടുള്ള അവരുടെ മതബോധനം കൃത്യമായിട്ട് അവർ നടപ്പിലാക്കുകയും അവരുടെ മക്കളത് കൃത്യമായി പഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവരെല്ലാ മേഖലകളിലും അവർ വിജയിക്കുന്നത്. അത് നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ജനിച്ച നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? നമുക്ക് ഓരോ ദിവസവും ചെയ്യാവുന്ന അനുഷ്ഠാന പദ്ധതികൾ, നമ്മളെ ശക്തരാക്കാൻ കഴിവുള്ള, നമ്മളെ സ്വയം മോട്ടിവേറ്റ് ആക്കാൻ കഴിയുന്ന അനവധി കാര്യപദ്ധതികൾ നമ്മുടെ അനുഷ്ഠാനത്തിലുണ്ട്. നമുക്കാകെ നിലവിളക്ക് കത്തിക്കുക, ക്ഷേത്രത്തിൽ പോവുക എന്നുള്ളതിലപ്പുറം നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങളും മിനിമം രാവിലെയും വൈകുന്നേരവും ഒരു അരമണിക്കൂറെങ്കിലും ജപിക്കാനും അതുപോലെ അനുഷ്ഠാനങ്ങൾ ചെയ്യാനും തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ വലിയ ഒരു അപകടം നമ്മൾ നേരിടേണ്ടി വരും. നമുക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ജീവിത വീക്ഷണവും ഒരു ജീവിത രീതിയും ജീവിതക്രമവും ഒക്കെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് അവർക്കൊക്കെ കെട്ടിപ്പടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സാധനാ പദ്ധതി, അനുഷ്ഠാന പദ്ധതി, ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.
അപ്പം അതിനുള്ള എല്ലാവിധ സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ സമൂഹം ഒന്നാമതാണ്, ലോകത്തിൽ മുഴുവൻ ഏറ്റവും മതങ്ങളുടെ മാതാവാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് നമുക്കത് ഉപയോഗപ്പെടുന്നില്ല എങ്കിൽ, ഇന്ന് നമുക്കതിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നമ്മളിങ്ങനെ നമ്മളെ പൂർവ്വചരിത്രം കേട്ടിട്ടും ഭാവി സുഗമമാകുമെന്നും ആശപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്നത്തെ അവസ്ഥയിൽ ഇന്ന് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ അവർക്ക് അത് കിട്ടാൻ തീരെ സാധ്യതയുണ്ടാവുകയില്ല. അവരവരുടെ തലമുറയ്ക്ക് അവർക്ക് എന്താണ് കൊടുക്കാനുണ്ടാവുക? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളെ കുടുംബങ്ങളിൽ നമ്മൾ എത്രത്തോളം നമുക്ക് ആചാര പദ്ധതി, അനുഷ്ഠാന പദ്ധതികളുണ്ട്. നമ്മളൊരു കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കവിടെ ശാന്തിയും സമാധാനവും, നമ്മുടെ ഒരു ശക്തി കേന്ദ്രമായിരിക്കണം. നമ്മൾ ഓരോ വീടുകളും ഓരോ കുടുംബങ്ങളും പവർ സ്റ്റേഷനായിരിക്കണം. പവർ സ്റ്റേഷൻ തന്നെയായിരിക്കണം നമ്മൾ ഓരോ കുടുംബങ്ങളിലും. അപ്പോൾ ആ വീട് നമുക്ക് എത്രത്തോളം ഐശ്വര്യത്തോടു കൂടി കൊണ്ടുപോകാനും, ആ വീട് നമ്മളുടെ സാധനാ കേന്ദ്രമാണെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. നമ്മൾ ക്ഷേത്രം തന്നെയാണ് വീട് തന്നെയാണ് ക്ഷേത്രം എന്നുള്ള ആ ഒരു തത്വം നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രം പോലെ തന്നെയാണ് വീട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമുക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തിയും സമാധാനവും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ, ഏതൊരംഗത്തിനും കയറി വരുമ്പോൾ അത് നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അത് വെറുതെ കിട്ടുകയില്ല. അത് നമ്മൾ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയതുകൊണ്ട് കിട്ടുകയില്ല. നമ്മൾ കൗൺസിലിംഗ് സെൻറ്ററിൽ പോയതുകൊണ്ട് നമുക്ക് കിട്ടുകയില്ല. നമ്മുടെ വീട്ടിൽ ഓരോ അംഗങ്ങളും അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യണം. ഇതിന് നമ്മൾ സമയം കണ്ടെത്തണം. നമുക്കിന്ന് മൊബൈലിൽ കളിക്കാനും ഇൻ്റർനെറ്റ് കാണാനും ടി വി കാണാനും മറ്റുള്ള പലതരം വിനോദത്തിൽ ഏർപ്പെടാനും ഒക്കെ നമുക്കിന്ന് സമയം നമ്മൾ കണ്ടെത്തുമ്പോൾ, എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും, നമ്മളൊക്കെ പറയും മക്കൾ പഠിക്കട്ടെ, മക്കൾ അനുഷ്ഠിക്കട്ടെ, മക്കൾ ആചരിക്കട്ടെ എന്നല്ല പറയേണ്ടത്. കുടുംബത്തിലെ മുഴുവൻ ആളുകളും അനുഷ്ഠാനങ്ങൾ ആചരണങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ആ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. അപ്പോൾ അവരവരുടെ ജീവിതത്തിൽ ഏത് മേഖലയിൽ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും അവർ കൗൺസിലിംഗ് സെൻറ്ററിലേക്ക് ഓടാനും അല്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് പോകാനുമുള്ള സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത്. അതിനിന്ന് കുടുംബങ്ങൾ തന്നെയാണ്. ഇന്ന് നാട്ടിൽ ഇവിടെയുള്ള പല സംഘടനകളും നമ്മളെ രക്ഷിക്കുമെന്നും, നമ്മളെ സർക്കാർ നമ്മളെ രക്ഷിക്കുമെന്നും, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള ആചാര്യന്മാർ നമ്മളെ രക്ഷിക്കുമെന്നും ഒന്നും വിചാരിച്ച് നിൽക്കണ്ട. ഇത് നമ്മൾ തന്നെ ചെയ്യണം. ആചാര്യന്മാർക്ക് നമുക്ക് ഡയറക്ഷൻ തരാനും സർക്കാരിന് നമ്മളെ സംരക്ഷിക്കാനും ഇവിടുത്തെ സംഘടനകൾക്ക് ഇവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാനൊക്കെ വളരെയധികം പരിമിതിയുണ്ട്. ഇത് ഓരോ കുടുംബവും ശക്തരാവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ അംഗങ്ങളും ശക്തരാകുമ്പോൾ ഓരോ വീടുകളും ശക്തരാവും. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഈ സമൂഹവും ശക്തരാവും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് വരട്ടെ. അപ്പോൾ ഏറ്റവും അധികം വേണ്ടത് ഇന്ന് നമ്മുടെ ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ രക്ഷിതാക്കൾക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ബോധം ഉണ്ടാവുകയും എല്ലാവരും അതിലേക്ക് ഇറങ്ങി വരികയും ചെയ്യണ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അനുഷ്ഠാന പദ്ധതിയിലേക്ക്, സാധനാ പദ്ധതിയിലേക്ക് നമുക്ക് വരാനുള്ള എല്ലാവിധ ഈശ്വരാനുഗ്രഹവും നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതിന് പ്രതികരിക്കണം. ഏത് രീതിയിലാണ് നമുക്ക് അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തകളിലേക്ക് നമുക്ക് വരണം. നമ്മൾ ഈ നാട്ടിലുള്ള പലതരം പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് നമുക്ക് ഇതാണ് ജീവിതമെന്ന് മാത്രം ജീവിച്ച് മുന്നോട്ട് പോയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ മക്കൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ, നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അല്ലാതെ അവസാനം നമ്മുടെ മക്കളെയും കുടുംബത്തെയും നമ്മുടെ പുതിയ തലമുറയെയും വഴി തെറ്റിപ്പോയിട്ട് നമ്മൾ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോകളിൽ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം.